Hello, good morning. Good morning, dear friends. Next, our if conditions program. If else ladder വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നെക്സ്റ്റ്. അതായത് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഗ്രേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എ പ്ലസ് ഗ്രേഡ് എ പ്ലസ്, ഗ്രേഡ് എ, ഗ്രേഡ് ബി പ്ലസ്, ഗ്രേഡ് ബി, അതിനുള്ള ഒരു if ladder പ്രോഗ്രാം നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. If ladder, the first statement is true. The first condition is true. The first statement executed. Else, the next condition. Next condition is true. A statement. Else, a next condition. Else ആണ് നെക്സ്റ്റ് കണ്ടീഷനിൽ പോവും. ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. if condition check ചെയ്യുന്നു, if it is true then the statement, then else ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് if then true condition, false ആണെങ്കിൽ else, then go this way. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ലുക്ക് ഹിയർ, ഇവിടെ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഗ്രേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഞാൻ എ പ്ലസ്, എ, ബി പ്ലസ്, ബി, സി, ഡി അങ്ങനെ ഫെയിൽഡ് ഈ കണ്ടീഷനിൽ എഴുതിയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഏതൊക്കെ ഗ്രേഡ് ഉൾപ്പെടുത്തണോ ആ മാർക്കിൻ്റെ കണ്ടീഷൻ ഏതാണോ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെരിഫൈ ചെയ്യുകയും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തുകയും ആവാം. ഇവിടെ ഞാൻ സിയിൽ ഫുള്ള് എഴുതിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് C++ വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിർത്തിയിരിക്കുകയാണ്. ബാക്കി നിങ്ങൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. ഇവിടെ കാൽക്കുലേറ്റ് ദ ഗ്രേഡ് ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ ഗ്രേഡ് മാർക്ക് അഥവാ ടോട്ടൽ മാർക്ക് മാത്രം ഇൻപുട്ട് ചെയ്യുന്നു. ടോട്ടൽ മാർക്ക് ഇൻപുട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇഫ് ലാഡർ കണ്ടീഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻറ്റിജർ വാല്യൂ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു, അസൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കാം, 2 ഫയൽസ് ലാംഗ്വേജിൻ്റെ ഹെഡർ ഫയൽ, അത് കഴിഞ്ഞ് മെയിൻ ഫങ്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റിജർ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇൻറ്റിജർ വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, എൻ്റർ യുവർ ടോട്ടൽ മാർക്സ് എന്ന് ഔട്ട് യുവർ ടോട്ടൽ മാർക്ക് നമ്മൾ ഒരു കമൻട്രി കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിനെ വേരിയബിൾ അസൈൻ ചെയ്യുന്നു. കേട്ടോ, വേരിയബിളിലേക്ക് കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നു, സ്കാനഫും സിയും വെച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈഫ് കണ്ടീഷൻ വെച്ച് ഈഫ് മാർക്ക് ഈസ് ഈക്വൽ ടു നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 90യും അതിലും കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എഫ് ഗ്രേഡ് എ പ്ലസ്, ഔട്ട് ഗ്രേഡ് എ പ്ലസ്. ഔട്ട് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, അതുപോലെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഉള്ളത്. എൽസ് വീണ്ടും നമ്മളവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇഫ് ദ മാർക്ക് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രേഡ് എ പ്ലസ് വരും. അല്ലെങ്കിലോ എൽസ് അഗെയിൻ നെക്സ്റ്റ് കണ്ടീഷൻ, ഇഫ് ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 80 കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. പ്രിൻ്റ് എഫ് എന്ത് ചെയ്യുന്നു, ഗ്രേഡ് എ പ്ലസ് അഥവാ ഔട്ട് ഗ്രേഡ് എ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അടുത്തത് എ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ എൽസ് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 70യും അതിൽ മുകളിൽ എവിടെ വരെ വരൂ, 80 ആണെങ്കിൽ 80 ഉള്ളോട്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല എങ്കിൽ 70 അതിന് മുകളിലാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതും അല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇഫ് മാർക്ക് അടുത്തതിൽ വരൂ. ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 60 ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എൽസ് പ്രിൻ്റ് ഓഫ് ഗ്രേഡ് കണ്ട 60 ഗ്രേറ്റർ ദാൻ ആണ് ബി ഗ്രേഡ്. ഇഫ് ടോട്ടൽ മാർക്ക് ഈസ് ഈക്വൽ ടു ഗ്രേഡ് 50 ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് സി. എൽസ് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 40 ആണെങ്കിൽ ഗ്രേഡ് ഈസ് ഈക്വൽ ടു ഡി എന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. അല്ലെങ്കിൽ അവിടെ നമ്മൾ ആ കണ്ടീഷൻ എല്ലാം കഴിഞ്ഞു ലാഡർ. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഇഫിൻ്റെ എൽസ് ഇതൊന്നുമല്ല എങ്കിൽ എന്താണ്, ആ കുട്ടി ഫെയിൽഡ് ആണ് അല്ലേ. അവിടെ ബ്രാക്കറ്റ് 2 കോഡ്സ് വന്നിട്ടുണ്ട്, അതൊന്ന് മിസ്റ്റേക്കാണ്. ഓക്കെ.
ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇവിടെ നമുക്ക് ഫെയിൽഡ് എന്ന് കിട്ടണം. അപ്പോൾ ഈ രീതിയിൽ ഈഫും എൽസും വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഒരു ലാഡർ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ആണെങ്കിൽ, ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ബ്രേക്ക് ആയിട്ട് അടുത്ത കണ്ടീഷൻ നോക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും, അത് ബ്രേക്ക് ആവും. അത് അല്ല എങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. കറക്റ്റ് ആണെങ്കിൽ അത് ബ്ലോക്ക് ആവുന്നു, അടുത്ത എൽസ് ആയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ ഞാൻ സി ഔട്ടിനകത്ത് C++നകത്ത് കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. സി ഔട്ട് വെച്ച് നിങ്ങൾ കമൻട്രി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പഠിക്കാനായിട്ട് ഞാൻ ഇത്ര ഇട്ടിരിക്കുന്നത്. ലോജിക്കെല്ലാം സിൻടാക്സും ലോജിക്കും ഒരുപോലെയാണ്. പ്രോഗ്രാം കോഡിങ്ങിനുള്ള അതിൻ്റെ പാരാമീറ്റേഴ്സും കീവേഡ്സും മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ലോജിക്കൽ എങ്ങനെയാണ് പ്രോഗ്രാം അസൈൻ ചെയ്യേണ്ടത്, എന്തൊക്കെ വേരിയബിൾസ് ആണ് വേണ്ടത്, അതൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിം പ്രോഗ്രാം രണ്ട് ലാംഗ്വേജിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അതിനകത്ത് വേണ്ടുന്ന മാറ്റം വരുത്തി ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക C++ൻ്റെ. അപ്പോൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് എഴുതാനുള്ള മടി കൊണ്ട് ഞാൻ സിയുടെ എല്ലാം എഴുതി, പിന്നെ നിങ്ങൾ കുറച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ സി ഔട്ടും സിന്നും മാത്രമേ വേരിയേഷൻ വരുന്നു. നീ സി ഔട്ട് വെച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ കണ്ടീഷൻസ് അതേപോലെ കോപ്പി ചെയ്യുക, സി ഔട്ട് വെച്ച സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഓക്കെ, താങ്ക് യു. ബൈ. നിങ്ങൾ വ്യക്തമായി പഠിച്ചാൽ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല വിശദമായി പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഇവിടെ ഞാൻ ഈഫ് എഴുതി, ടെർണറി ഓപ്പറേറ്റർ എഴുതി, കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിരുന്നു, ഓർ ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ചു. ഇവിടെ ഇപ്പം നമ്മൾ ഇതായ പ്രോഗ്രാംസ് തന്നെ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നിങ്ങൾ നേരത്തെ തന്ന പ്രോഗ്രാമുകൾ ഇഫ് വെച്ച് എഴുതി പഠിക്കുക. ഇവിടെ ഞാൻ ഒരു ലാഡർ കൂടി ഉൾപ്പെടുത്തി ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ 1, 2, 3, 4 വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ട് ആ ഏത് വാല്യൂ ആണോ വലുതെന്ന് കണ്ടുപിടിക്കുക. ഗ്രേറ്റർ വാല്യൂ ഫൈൻഡ് ഫ്രം 3 നമ്പേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് 3 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഈസ് ദി ഗ്രേറ്റർ വൺ എന്നൊക്കെയുള്ള പ്രോഗ്രാമുകൾ വരാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഏത് പ്രോഗ്രാമും നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ലീപ്പ് ഇയർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം ചോദിക്കാം. അത് സിയിലായാലും C++ലായാലും നിങ്ങൾ എഴുതാൻ മറക്കാതിരിക്കുക. കാരണം 4 വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിനോമിനേറ്റർ എന്ത് ചെയ്യണം, റിമൈൻഡർ നമുക്ക് 0 ആണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ലീപ്പ് ഇയർ ആയിരിക്കും. 4 കൊണ്ട് പൂർണ്ണമായും ചോദിക്കാൻ പറ്റിയത് ലീപ്പ് ഇയർ ആണ്. പിന്നെ 100 ഉണ്ടോ 400 ഉണ്ടോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലവരൊക്കെ ഡിവൈഡ് ബൈ ഇഫ് കണ്ടീഷൻ 4 കൊണ്ട് റിമൈൻഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെന്ന് നോക്കും, 100 ഉണ്ടോ നോക്കും, 400 ഉണ്ടോ നോക്കും. ഈ 100ഉം 400ഉം കംപ്ലീറ്റ് ചെയ്യാൻ 4 കൊണ്ട് പറ്റുമല്ലോ ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ പൂർണ്ണമായും 4 കൊണ്ട് ഹരിക്കുന്ന സംഖ്യ ഇയർ ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ആ ഒരെണ്ണത്തിൽ വെച്ച് നിങ്ങൾക്ക് അത് എഴുതാം, ഒറ്റ ഈഫിനകത്ത് എഴുതാം. അപ്പോൾ ഈ റിമൈൻഡർ 0 ആണോ എന്ന് നോക്കുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണോ എന്ന് നോക്കുക. അപ്പോൾ അതിന് ലീപ്പ് ഇയർ കിട്ടും. അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. +2 ലെവലിലേക്ക് ലീപ്പ് ഇയർ ഫൈൻഡ് ഔട്ട് ചെയ്യാനും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിനും ഒക്കെ ഞാൻ സമയമുള്ളപ്പോൾ 2 കൂടി പ്രോഗ്രാംസുകൾ കുറച്ചുകൂടി എഴുതാം. ഇനി നമുക്ക് സ്വിച്ചും ബ്രേക്കും വെച്ചുള്ള ഒരു ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഓക്കെ, താങ്ക് യു. വിശദമായി മനസ്സിലാക്കി പോവുക. ഓക്കെ, ബൈ.